ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷദ്വീപ് ഡിലൈറ്റ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഉള്ളിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ പിഞ്ചളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുകയാണ്. ഈ സമയം ഒരല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി ഇത് മൂന്നും ഇട്ട് ഇതിലോട്ടിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളച്ച് വരട്ടെ. ഇനി അങ്ങനെ ഇത് നല്ലപോലെ കുറുകി വറ്റി വരണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ലക്ഷദ്വീപ് ഡിലൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു ഉഷാറൻ വീഡിയോ ആയിട്ട് വരുന്നത്